ഇന്ന് ഹർത്താൽ ദിവസമല്ലേ, അതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഉച്ചക്കേക്ക് സാമ്പാറാക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾസിലൊന്ന് പെട്ടെന്ന് തന്നെ കട്ടാക്കി എടുക്കല. പിന്നെ നിങ്ങളുടെ ഹർത്താലൊക്കെ എങ്ങനെ പോകുന്നു? എന്താ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിൽ തന്നെ പോസ്റ്റ് ആയിരുന്ന എന്താണെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഫുൾ ക്ലോസ്ഡ് ആണെന്ന് തോന്നല്ലേ, ഒന്നും അറിയില്ല, പുറത്തേക്കൊന്നും പോയിട്ടില്ല. പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഒന്ന് കട്ടാക്കിയിട്ട് എല്ലാം എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഒന്ന് ലൈമൊന്ന് കലക്കിയിട്ടുണ്ടായിന്, കാരണം ഉച്ചക്കൊക്കെ നല്ല ചൂടല്ലേ ഇപ്പം. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് കലക്കിയിട്ട് അങ്ങ് കുടിക്കലാം. പിന്നെ എന്താ കറി അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ, തിളക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്നും അങ്ങനെ പുറത്തൊന്ന് കഴിഞ്ഞിട്ടുണ്ടായിന്. എന്താ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ബോറടി പോലെ അങ്ങനെ പുറത്തെല്ലാം ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ കുറേ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നവരാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എനിക്കും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ പണ്ട് കുറേ ചെടി ഉണ്ടായിട്ടുണ്ടായി. ഇപ്പം കുറേ ഭാഗവും പോയി. അങ്ങനെ ഇതാ എന്താണ് കറി സാമ്പാർ ഞാനടക്കം പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതാ ഉമ്മ ചെമ്മീനും പച്ചമാങ്ങയും കൂടി ഇട്ടിട്ട് അങ്ങനെ അതാക്കുന്നുണ്ട്. പിന്നെ കായില്ലേ, പച്ചക്കായ് വെച്ചിട്ട് ചോറിന് സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അതും ആക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലാം. പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിട്ടുണ്ടായിന്, അതും ഒന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലാം. പിന്നെ ഈ ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങ ഇട്ടതൊന്ന് കൂട്ടി വെക്കണം കേട്ടോ. ഞാനിതിൻ്റെ ഭയങ്കര റെസിപ്പി ഞാൻ ഇതിന് ശേഷമായിട്ട് ഷെയർ ആക്കാം. പിന്നെ ഈ കായിൻ്റെ സൂപ്പറായിട്ടുണ്ടായിന് കേട്ടോ. എന്താന്ന് ആക്കാത്തവരൊന്നും ഒന്ന് മസ്റ്റായിട്ടൊന്നും ഉണ്ടാക്കി നോക്കണം ചോറിന്. പിന്നെ കുറച്ച് പച്ചമാങ്ങ ഉപ്പിലിട്ട് അതും ഉണ്ടായിട്ടുണ്ടായി. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കക്കിരിയും കൂടി കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വരാം ഇൻഷാ അല്ലാ. താങ്ക് യു, ബൈ.